വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ദേ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ. മഴ കാരണം കറണ്ടൊക്കെ പോയി, വെള്ളവും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ദേ മഴയത്ത് ഞങ്ങൾ കുറച്ച് നേരം ഇറയത്തൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. നമ്മുടെ ഇറയൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപ്പുമാവും അതുപോലെ തന്നെ വീട്ടിൽ പഴം പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പഴം കേട്ടോ നമ്മളിവിടുത്തെ. പല ടൈപ്പ് പഴങ്ങളുണ്ട്. അപ്പോൾ അതിൽ ടേസ്റ്റ് കൂടിയ ഇനം പഴമാണ് നമ്മുടേത്. അങ്ങനെ അതൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ മഴയും കറണ്ടൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ കറണ്ട് ലാസ്റ്റ് വന്നു. അപ്പോഴേക്കും ഞാനൊരു ടെസ്റ്റർ ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിക്കിങ്ങനെ ടേബിളൊക്കെ തുടയ്ക്കാനായിട്ട് നല്ലതാട്ടോ. രണ്ടെണ്ണം ഉണ്ടാക്കി. അപ്പോൾ ഒരെണ്ണം ഞാൻ ഇങ്ങനെ ടേബിളൊക്കെ തുടച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ വൈകുന്നേരമായപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കാന്താരി മുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രമായിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഞങ്ങൾ മിക്കതും ഉപ്പിലിടാനാണ് കേട്ടോ. എല്ലാവർക്കും ഉപ്പിലിട്ടാൽ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ്. ഈ ചൊറക്കയിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഈ മുളകും കൂടെ ഒന്ന് ഇട്ടാൽ മതി. വേറെ പണിയൊന്നുമില്ല. ഈ മുളക് ഇങ്ങനെ പൊട്ടിക്കുക, അതിലിടുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഉപ്പിലിട്ട മുളകൊക്കെ തിന്നാം. അതുപോലെ എല്ലാവർക്കും ചോറിൻ്റെ കൂടെയൊക്കെ ഒരു അച്ചാറൊക്കെ നിർബന്ധമായിരിക്കും അല്ലേ. അപ്പോൾ അച്ചാറിനൊക്കെ പകരം നമുക്ക് ഈ ഒരു മുളകൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ അത്യാവശ്യം മുളകുള്ളത് കാരണം ഇങ്ങനെ എപ്പോഴും കഴിയും തോറും ഞങ്ങളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏകദേശം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ചധികം തന്നെ പൊട്ടിച്ച് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ശർക്കയിൽ ഇടുമ്പോൾ നമുക്കിത് കീറണം എന്നൊന്നുമില്ല കേട്ടോ. വെറുതെ അങ്ങനെ ഇട്ട് കൊടുത്താലും തന്നെ നല്ലപോലെ അലിഞ്ഞ് കിട്ടും. ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് പുളിയും ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും നമുക്ക്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കീറിയിട്ടൊക്കെയാണ് ഇട്ടിരുന്നത്. പിന്നെ അതുപോലെ വെള്ളമുളകും ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളമുളക് ഇപ്പോൾ ഇത്തിരി വലിപ്പം കുറവ് കാരണം നമ്മൾ ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഈ മുളക് ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ കുറച്ച് വലിപ്പം കുറവാണ്, അതാണ് ഉണ്ടാക്കാനായിട്ട് പറ്റാറില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ശൂന്യമുളക് വെച്ച് നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല. ഇപ്പോൾ കറിക്കൊക്കെ നമ്മൾ ഈ മുളക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ചിട്ടൊരു 3-4 കൊല്ലെങ്കിലായി കാണും. വേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി പാവാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്ന മുളകുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മൂത്ത മുളക്, അതുമ്പോൾ നിന്ന് തന്നെ മൂത്ത കാരണം നല്ല വിത്തായിരിക്കും. അത്യാവശ്യം വലിപ്പമുള്ള മുളക് നോക്കിയിട്ട് വേണം നമ്മൾ പൊട്ടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മുളകുണ്ട്. ഇവിടെയൊക്കെ മഞ്ഞളും അതുപോലെ തന്നെ പയറൊക്കെ പടർന്ന് നടക്കുന്നുണ്ട്. ഒരു പയർ മൂത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പൊട്ടിച്ചെടുത്തു. 2-3 കൂടെ മൂത്ത് നമ്മൾ അകത്ത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരു ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ബീൻസിൻ്റെ ഒപ്പം അരിഞ്ഞിട്ടിട്ട് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ അപ്പുറത്ത് കൂടെ പോയി. അവിടെയും മുളക് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മഴ കാരണം നമുക്ക് കൊണ്ടാട്ടമുളകൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം കേട്ടോ കൊണ്ടാട്ടമുളക്. കുറച്ച് തൈരിൽ ഉപ്പിടാൻ നല്ലപോലെ. അതിന് ശേഷം നമ്മുടെ മുളകൊന്ന് കീറിയതിന് ശേഷം അതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തൊന്ന് തിളച്ചതിന് ശേഷം 2 ദിവസം അതിങ്ങനെ മൂടി വയ്ക്കാം, ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ടാട്ടമുളക് റെഡി ആയിട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഇതുപോലെ വലിപ്പമുള്ള നല്ല വെള്ളമുളകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൊണ്ടാട്ടമുളകൊക്കെ ആക്കി ഉപയോഗിക്കാം നമുക്ക്. പിന്നെ നേരെ അകത്തോട്ട് കയറിയിട്ടോ കുറേ തുണികളുണ്ടായിരുന്നു തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. നല്ല റണ്ണിങ് മെറ്റീരിയലും അതുപോലെ തന്നെ നല്ല കോട്ടൺ ടൈപ്പ് തുണികളൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നല്ല വിലക്കുറവിന് നമുക്കൊരു 100 രൂപ അത്ര ചിലവുള്ളൂ നമുക്ക്. അപ്പോൾ തന്നെ നല്ലൊരു ടോപ്പ്, അമ്പർല ടോപ്പ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. നമ്മൾ മീറ്റർ അനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ 1 മീറ്ററൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ അത്യാവശ്യം നല്ലൊരു ടോപ്പ് അടിക്കാം തയ്ക്കാൻ അറിയുന്നവർ. അപ്പോൾ വീട്ടിൽ ടൈലറിങ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ തയ്ച്ച് പഠിക്കാം കേട്ടോ. തയ്യൽ ഇപ്പോൾ പഠിക്കാൻ പോകണമെന്നൊന്നുമില്ല, സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്ക്കാം. അത്യാവശ്യം നല്ല ഒരു യൂട്യൂബ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ ടൈലറിൻ്റെ. അപ്പോൾ ഇത് ഞാൻ പാൻറ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത തുണിയാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഒരു 150 രൂപ റേഞ്ചാണ് ഈ 2 വരുന്നത്. അപ്പോൾ ഒരെണ്ണം അമ്മയ്ക്ക് മാക്സി അടിക്കാമെന്ന് വിചാരിച്ചു എടുത്തു. അപ്പോൾ ഒരെണ്ണം ഞങ്ങൾക്ക് പാൻറ് അടിക്കാനായിട്ട് എടുത്തു കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് കളർ തുണിയാണ്. ഇത് അത്ര റേറ്റ് ഒന്നുമില്ല, ഒരു 60 രൂപ ആ റേഞ്ചേ വരുന്നുള്ളൂ. ഇത് വെച്ച് നമുക്ക് നല്ലൊരു അമ്പർല ടോപ്പൊക്കെ അടിക്കൊരു 1.5 മീറ്ററൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ. പിന്നെ ഇത് സ്ലിറ്റിൻ്റെ ടോപ്പ് അടിക്കാൻ വേണ്ടി എടുത്തതാട്ടോ. 1 മീറ്റർ തുണിയേ എടുത്തിട്ടുള്ളൂ, ഒരു 100 രൂപ റേഞ്ചേ വരുന്നുള്ളൂ നമുക്ക്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നല്ല ടോപ്പ് അടിക്കാം. ഇത് വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇത് കോട്ടൺ ടൈപ്പാണ്, നല്ല സുഖം ഉണ്ടാവും ഇടാനായിട്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള വർക്ക് ആയിട്ടുള്ളത് കേട്ടോ. ഇതും നമുക്ക് വീട്ടിലിടാനും അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റിയൊക്കെ തയ്ക്കാനായിട്ടൊക്കെ നല്ലതാണ് ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ. അപ്പോൾ ഇത് നല്ലൊരു കളറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതും ഒരു മാക്സി തുണി തന്നെയാണ്, പക്ഷേ ഇതുകൊണ്ട് ഫ്രോക്ക് നൈറ്റി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പാവാടയ്ക്കൊക്കെ പറ്റുന്ന ഒരു ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സിൽവർ കളറായിട്ടുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.